നമ്മുടെ അരിയണ്ണൻ, അതായത് സീക്രട്ട് ഏജൻറ്റ് സായി റിവ്യൂ ചെയ്യുമ്പോൾ, ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ പറയായിരുന്നു, നമ്മൾ ഒരിക്കലും ആരെയും പിറകെ നിന്ന് ചതിക്കാൻ പാടില്ല അല്ലേ, നേരെ സ്ട്രെയിറ്റ് ഇടുന്ന ഗെയിം കളിക്കണം. ഇതിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് ചതിക്കുവാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീരവാദം അടിച്ച ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ചെന്നിരുന്ന് പുറകേത് പണി കൊടുക്കുവാണ്. സ്ട്രെയിറ്റ് കളിക്കാനുള്ള ഗഡ്സ് എനിക്ക് തോന്നിയില്ല ഇതുവരെ ഉണ്ടെന്ന്. എന്നിട്ട് കുറേ ആൾക്കാർ പറയുന്ന കേട്ട് സായിയുടെ മൈൻഡ് ഗെയിം എന്ന്. ഇതെന്ത് മൈൻഡ് ഗെയിം? അതായത് ലൈവിൽ ഇപ്പോൾ നടന്നൊരു കാര്യമാണ്. അതായത് ജിൻഡോയ്ക്ക് ഇവർ കൂടെ നിന്ന് നല്ല പണി കൊടുക്കുന്നുണ്ട്. അതായത് ഈ ജിൻഡോയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം ഗബ്രി ജാസ്മിനും ആണല്ലോ ഇവർക്ക് ഏറ്റവും വലിയ ശത്രു. മാത്രമല്ല പുറത്ത് ഗബ്രി ജാസ്മിന് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഗബ്രിക്ക് ജാസ്മിൻ്റെയും എതിരെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോസിറ്റീവ് ആകുമെന്നൊരു തോന്നലുണ്ട്. മാത്രമല്ല അത്യാവശ്യം ഒരു ഫാൻ ഒക്കെ നമ്മുടെ ജിൻഡോയ്ക്ക് ഉണ്ട്. അത് ജിൻഡോയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന പുറത്തുനിന്ന് വന്നവരുടെ കൂടെ നിന്ന് ഗെയിം കളിക്കുകയാണ് പാവം ജിൻഡോ കേട്ടോ. കാര്യം പാവം എന്ന് പറയാൻ കാര്യം ഈ മനുഷ്യന് മനസ്സിലാവുന്നില്ല, കൂടെ നിന്ന് ചതിക്കുവാണെന്ന് ഇവർ. സിബിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സായി ആണെങ്കിലും ജിൻഡോയ്ക്ക് നല്ല പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജിൻഡോയെ ഇളക്കി വിടുന്നത്. അതായത് ഇന്നത്തെ ആ ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നത്തിന് ശേഷം ഇങ്ങനെ ഒരു മീറ്റിംഗ് അല്ല, ഇങ്ങനെ ഒരു കോടതി ടാസ്ക് വെക്കാമെന്ന് നമ്മുടെ സിബിനൊക്കെ പറയുന്നു. അതിനുശേഷം എല്ലാവരും പോയ ശേഷം നമ്മുടെ സിബിനോട് വന്നിരുന്ന് പറയും ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാര്യം ഇത് നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു സ്ക്രീൻ പ്രസൻസ് കൊടുക്കുന്നതാണ്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല അവനെ കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും മാറ്റി പറയിപ്പിക്കണം എന്ന രീതി പറഞ്ഞ് ഇത് ആകെ മൊത്തത്തിൽ ചളവുളവാക്കണം. മാത്രമല്ല ഇത് അത്ര ഒരു വലിയ സംഭവമാക്കി എടുക്കാതെ നമ്മുടെ ജിൻഡോയ്ക്ക് അത് പുറത്ത് പോസിറ്റീവ് ആകും എന്നാണ് പറയുന്നത്. എല്ലാവരും കൂടെ ഇങ്ങനെ നിന്ന് ഗെയിം കളിക്കുമ്പോൾ ജിൻഡോ വലിയ മാസമായിട്ട് മാറും, നമുക്കത് പണി കിട്ടുമെന്നാണ് നമ്മുടെ സായി പറയുന്നത്. അത് കേട്ടപ്പോഴാണ് സിബിൻ ആലോചിക്കുന്നത് ശരിയാണല്ലോ എന്ന്. അതിന് വേണ്ടിയിട്ട് പിന്നീട് ഇപ്പോൾ അവരെല്ലാ കാര്യങ്ങളും മാറ്റി തിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജിൻഡോ കയറി വരുന്നത് സായി പറഞ്ഞിരിക്കുമ്പോൾ. അപ്പോഴും തന്നെ സായിയുടെ ആ ഒരു സംസാര രീതിയൊക്കെ ആക്കണം, ജിൻഡോയെക്കുറിച്ചേ അല്ല പറഞ്ഞെന്ന രീതിയിൽ. എങ്ങനെയുടെ ഇതൊക്കെ നടക്കുന്നത്? ഇവരൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ എന്ത് പാവമായിട്ട് ചെയ്യുന്നത്. അവർ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം, എന്തൊരു നന്മമരം. യഥാർത്ഥ സ്വഭാവം ബിഗ് ബോസ് ചെന്നപ്പോൾ കണ്ട്. എന്തായാലും കൊള്ളാം. എന്തായാലും പിറകിയത് പണി കൊടുക്കുന്നൊരു ഗെയിം, അത് ആരും അറിയാതെ എല്ലാവരും ഇളക്കി വിട്ടുകൊണ്ടുള്ള ഗെയിം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.